നമസ്കാരം. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ചാപ്റ്റർ 1-ലെ പേജ് നമ്പർ 18-ലെ ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം നമുക്ക്. അപ്പോൾ ഇന്നലെ ക്വസ്റ്റ്യൻ 1 നോക്കിയിരുന്നു, എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ 2-ലേക്ക് കടക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. When a larger number is divided by a smaller number, the quotient and remainder are both 2. When 5 times the smaller is divided by the larger number, the quotient and remainder are still both 2. What are the numbers? അപ്പോൾ ഡിവിഷൻ എന്നുള്ള ആ പ്രോസസ്സ് നമുക്ക് ഓർമ്മ വേണം. ഏതെങ്കിലും ഇപ്പം നമുക്ക് 7 എടുത്ത് നോക്കാം. 7 is divided by 2. 7 divided by 2 നമുക്ക് ചെയ്ത് നോക്കാം. 7 divided by 2 കോൺഷ്യന്റ്, ഇവിടെ കോൺഷ്യന്റ് ആണ്. 3 2s are 6. 7 minus 6 remainder is 1. ഇത് നമുക്കറിയാം. 7 is called dividend. ഇതിന് ഡിവിഡൻഡ് എന്ന് പറയും. ഇതാണ് ഡിവൈസർ, ഇത് ഡിവിഡൻഡ്, ഇത് ഡിവൈസർ, ഇതാണ് ക്വാൻഷ്യന്റ്, അതേപോലെ ഇതാണ് റിമൈൻഡർ. അതേപോലെ നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു ക്വാൻഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഈ പ്രിൻസിപ്പിളാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഡിവിഡൻഡ് അതായത് വലിയ നമ്പർ 7 ഈസ് ഈക്വൽ ടു ഡിവൈസർ 2 ഇൻറ്റു കോൺഷ്യന്റ്, അതായത് ഡിവൈസർ 2 ഇൻറ്റു കോൺഷ്യന്റ്, കോൺഷ്യന്റ് 3 പ്ലസ് റിമൈൻഡർ 1. 2 3s are 6 പ്ലസ് 1 7. നമ്മളിങ്ങനെ ഡിവിഡൻഡ് 7 ഡിവിഷൻ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. കോൺഷ്യന്റും ഡിവൈസറും മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ കൂട്ടുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടണം. എല്ലാവർക്കും ഇത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് when large number is divided by a small number. അപ്പോൾ നമുക്ക് x large number, y small number അങ്ങനെ ഇട്ട് കൊടുക്കാം. large number be x. let large number be x, small number be y. ഇത് 2 വേരിയബിൾസിൽ ആണ് നമ്മൾ ചെയ്യാറ്. സ്മോൾ നമ്പർ ഈസ് ഈക്വൽ ടു y. ഇനി പറഞ്ഞിരിക്കുന്ന നോക്കൂ, ലാർജ് നമ്പർ ഡിവൈഡഡ് ബൈ സ്മോൾ നമ്പർ, അതായത് x ഡിവൈഡ് ബൈ y. when x divided by y, quotient and remainder are both 2. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഡിവിഷൻ. x ഡിവൈഡ് ബൈ y, കോൺഷ്യന്റ് ദാറ്റ് ഈസ് 2 ആൻഡ് റിമൈൻഡർ ഓൾസോ 2. അപ്പോൾ നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഇട്ട് കൊടുക്കാം. എന്തിട്ട് കൊടുക്കാം? ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോൺഷ്യന്റ്, അതായത് അല്ലെങ്കിൽ കോൺഷ്യന്റ് ഇൻറ്റു ഡിവൈസർ 2y പ്ലസ് റിമൈൻഡർ, റിമൈൻഡർ 2. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. എക്സ് ഈക്വൽ ടു ലാർജ് നമ്പർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ, കോൺഷ്യന്റ് ഈസ് 2, 2 ഇൻറ്റു വൈ, വൈ ഈസ് ഡിവൈസർ പ്ലസ് റിമൈൻഡർ 2. ഇതാണ് ഇക്വേഷൻ 1. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. when 5 times smaller, 5 times smaller അതായത് y, 5 into y, 5 times പറഞ്ഞാൽ 5 into y ഡിവൈഡ് ബൈ ലാർജർ നമ്പർ അതായത് x. അപ്പോൾ തെറ്റിപ്പോരുത്, 5y നമ്മൾ ഉള്ളിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. 5y ഡിവൈസർ ആണ് x, ഡിവൈഡ് ബൈ x, ബോത്ത് കോൺഷ്യന്റ് 2 ആൻഡ് റിമൈൻഡർ ഓൾസോ 2. സെയിം പ്രിൻസിപ്പിൾ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാം. എങ്ങനെ ഇട്ട് കൊടുക്കാം? 5y ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു 2 into x, divisor is x, 2x
പ്ലസ് റിമൈൻഡർ ഈസ് ഈക്വൽ ടു 2. രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എക്സും വൈയും നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു 2y പ്ലസ് 2 നമുക്ക് ആദ്യം എക്സ് കൊണ്ടുവരാം, പിന്നെ വൈ കൊണ്ടുവരാം, നമ്പറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് അറേഞ്ച് ചെയ്യാം. 1 തന്നെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? എക്സ് അവിടെ കിടക്കട്ടെ. ഇതേ ഇക്വേഷൻ തന്നെയാണ്. 2y നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പം മൈനസ് 2y ആക്കാം. ഈ 2 ഇവിടെ തന്നെ കിടന്നോട്ടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ. 2 ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. 1നെ തന്നെ റീഅറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് വൃത്തിയാക്കി വെച്ചു. അതേപോലെ തന്നെ ഇവിടെ എക്സ് ഇപ്പുറത്താണ് കിടക്കുന്നത്. നമുക്ക് 2x പ്ലസ് 2 ഈക്വൽ ടു y എന്ന് എഴുതാമല്ലോ. ഇതേപോലെ എഴുതാം. 2x പ്ലസ് 2 ഈക്വൽ ടു 5y. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 2 തന്നെയാണ് ഞാൻ എഴുതിയത്. 2x പ്ലസ് 2 റൈറ്റ് ഹാൻഡ് സൈഡിലെ ഈ സൈഡിലേക്ക് എഴുതി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഈ സൈഡിലേക്ക് എഴുതി. അപ്പൊ 2x പ്ലസ് 2 ഈക്വൽ ടു y. എക്സിനെ ആദ്യം കൊണ്ടുവരാം. ഇവിടെ എക്സ് അല്ലേ ആദ്യം. അപ്പൊ 2x എഴുതാം. 5y ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. മൈനസ് 5y ഈസ് ഈക്വൽ ടു 2 ഇവിടെയാണ് കിടക്കുന്നത്. ഈ സൈഡിലേക്ക് പോകുമ്പോൾ 2 എന്താവും? മൈനസ് 2 ആവും. അപ്പൊ ഇക്വേഷൻ 2. രണ്ട് ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ എക്സ് ആണ്, ഇവിടെ 2x ആണ്. 2x മാത്രം പോവില്ല. മൈനസ് ചെയ്താലും പ്ലസ് ചെയ്താലും നമ്മൾ പോവില്ല. എക്സും 2xും തമ്മിൽ മൈനസ് ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ 2yയും 5yയും എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ 1നെ നമുക്ക് 2x ആക്കിയാൽ, എക്സ് ആണ് കിടക്കുന്നത്, 2x ആക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 നമുക്ക് ചെയ്യാം. ഇക്വേഷൻ 1 ഇൻറ്റു 2. ഈ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കാം. എക്സ് മൈനസ് 2y എക്സ് 2. അപ്പൊ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു 2 ദാറ്റ് ഈസ് 2x മൈനസ് 2 ഇൻറ്റു 2y ദാറ്റ് ഈസ് 4y ഈക്വൽ ടു 2 ഇൻറ്റു 2 ഈക്വൽ ടു 4. ഇതിനെ ഇക്വേഷൻ 3 ആക്കാം. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ എഴുതാം. ഓൾറെഡി 2 ഇക്വേഷൻ അതേപോലെ നമുക്ക് പിന്നെ ഒന്ന് പ്രാവശ്യം കൂടി എഴുതാം. ഈക്വൽ ടു -2 ഇക്വേഷൻ 2. ഇപ്പൊ ഇവിടെ രണ്ടിടത്തും 2x ആയി. ഇനി എളുപ്പമുണ്ട് മൈനസ് ചെയ്യാനായിട്ട്. അപ്പോൾ 3 മൈനസ് 2 ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 2 മൈനസ് ചെയ്ത് നോക്കാം. 2x മൈനസ് 2x 0 മൈനസ് 4y മൈനസ് മൈനസ് 5y എന്താവും? മൈനസ് മൈനസ് ഇത് പ്ലസ് ആയിട്ട് കിട്ടും. 4y പ്ലസ് 5y മൈനസ് 4y പ്ലസ് 5y ആൻസർ പ്ലസ് 1 മൈനസ് 4 പ്ലസ് 5 ദാറ്റ് ഈസ് 1. ഡിഫറൻസ് ആണ് വലിയ നമ്പറിന്റെ സൈഡ്. വലിയ നമ്പർ 5 ആണല്ലോ. അപ്പോൾ 1 y ഈസ് ഈക്വൽ ടു 1y ഈക്വൽ ടു 1 ഈക്വൽ ടു 4 മൈനസ് മൈനസ് 2 എന്താവും? ഇതും പ്ലസ് 2 ആയിട്ട് മാറും. 4 മൈനസ് മൈനസ് 2. അപ്പോൾ 4 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 പ്ലസ് 2 6 ഈക്വൽ ടു 6. വൈൻ്റെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടി. ഇനി ഇക്വേഷൻ 1ൽ ഈ വാല്യൂ തന്നെ ഇട്ട് കൊടുക്കാം. പുട്ടിംഗ് വാല്യൂ ഓഫ് y പുട്ടിംഗ് y ഈക്വൽ ടു 6 ഓൺ ഇക്വേഷൻ 1ൽ ഇട്ട് കൊടുത്താലോ? എക്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മൈനസ് 2 ഇൻറ്റു വൈൻ്റെ സ്ഥാനത്ത് 6 ഇട്ട് കൊടുക്കാം ഈക്വൽ ടു 2. അപ്പോഴോ എക്സ് മൈനസ് 2 ഇൻറ്റു 6 ഈക്വൽ ടു 12 ഈക്വൽ ടു 2. എക്സ് മാത്രമേ നമുക്ക് വേണ്ടൂ. 2 ഇവിടെയാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അങ്ങനെ തന്നെ എഴുതാം. ഈ മൈനസ് 12നെ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് 12 ദാറ്റ് ഈസ് 14. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി 14, വൈൻ്റെ വാല്യൂ കിട്ടി 6. ഇനി ഇവർ പറയുന്നത് ശരിയാണോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ലാർജ് നമ്പർ ഡിവൈഡ് ബൈ സ്മോൾ നമ്പർ. ലാർജ് നമ്പർ 14 ആണ്. 14നെ നമ്മൾ 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. സ്മോൾ നമ്പർ കൊണ്ട് 2 6 are 12 റിമൈൻഡർ 2. ശരിയാണ് അല്ലേ? ഇനി സെക്കൻഡ് പറയുന്ന കണ്ടീഷൻ എന്താ? 5 ടൈംസ് സ്മോൾ നമ്പർ. 5 ഇൻറ്റു 6 എത്രയാണ്? 5 ടൈംസ് സ്മോൾ നമ്പർ ദാറ്റ് ഈസ് 30. 30 ഡിവൈഡ് ബൈ ലാർജ് നമ്പർ. ലാർജ് നമ്പർ ഏതാണ്? 40. 2 ഇൻറ്റു 14 ഇൻറ്റു 2 28 റിമൈൻഡർ 2. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ക്ലിയർ കറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 3ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 3 ഇതാണ്. The sum of digits of a 2-digit number is 11. The number got by interchanging the digits is 27 more than the original number. What is the number? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു 2-digit നമ്പർ എടുക്കൂ. 23 എടുക്കാം. അപ്പോൾ എന്തിരിക്കും? 3ന്റെ സ്ഥാനത്ത് 1സിലാണ് 3, 10സിലാണ് 2.
അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാം? 2 × 10, 10 × 2 + 3 ഇങ്ങനെ എടുത്തൂടെ? അതായത് 20 + 3 ദാറ്റ് ഈസ് 23. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ XY നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? y വൺസിന്റെ സ്ഥാനത്ത് എക്സിന്റെ ടെൻസിലാണ് എക്സ്. ഇതിനെ എങ്ങനെ എഴുതാം? 10 × x ദാറ്റ് ഈസ് 10x + y എടുക്കാലോ. ഇനി ഇതിനെ ഈ XYനെ ഇന്റർചേഞ്ച് ചെയ്താൽ എങ്ങനെ വരും? y എക്സിന്റെ സ്ഥാനത്ത് XY വൈന്റെ സ്ഥാനത്ത് ഇതിനെ ഇന്റർചേഞ്ച് ചെയ്ത് എങ്ങനെ വരും? XY 10ന്റെ സ്ഥാനത്ത് y വരണം, വൺസിന്റെ സ്ഥാനത്ത് x വരണം. അപ്പൊ എങ്ങനെ വരും ഈ നമ്പർ? വൺസ് ടെൻസ് 10 × y ദാറ്റ് ഈസ് 10y + x ഇങ്ങനെ എടുത്തൂടെ? അപ്പൊ ഈ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാവരും ഓർമ്മ വയ്ക്കുക. XY = 10x + y, yx = 10y + x ഇത്രയും അറിഞ്ഞിരുന്നാൽ. അതുപോലെ 23 = 2 × 10 20 + 3, 32 = 33 × 10 × 3 + 2. അതേപോലെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 11. അപ്പോൾ ലെറ്റ് ഡിജിറ്റ്സ് ഓഫ് 2 ഡിജിറ്റ് നമ്പർ, ലെറ്റ് ഡിജിറ്റ്സ് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് ലെറ്റ് 2 ഡിജിറ്റ് നമ്പർ ബി, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ലെറ്റ് 2 ഡിജിറ്റ് നമ്പർ, 2 എക്സും വൈയും കൊടുക്കാം. 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു XY. വൺസിൽ വൈ, ടെൻസിൽ എക്സ്. ഇനി സം ഓഫ് ഡിജിറ്റ്സ് x + y ഈസ് ഈക്വൽ ടു 11. ഇക്വേഷൻ 1 തന്നിട്ടുള്ളത് 11 ആണ്. സം ഓഫ് ഡിജിറ്റ് 2 ഡിജിറ്റ് ആണ് ഇതിലുള്ളത്, എക്സും വൈയും കൂട്ടിയാൽ 11 തന്നിട്ടുണ്ട്. നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 27 മോർ. അപ്പോൾ ഈ XYന്റെ ഡിജിറ്റ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ YX ആണ്. ആ YX ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. അപ്പോൾ ഇത് രണ്ട് വലുത് ഏതാ? ഇതില് YX ആണ് വലുത്. YX - XY ഈസ് ഈക്വൽ ടു ഡിഫറൻസ് എന്തായിരിക്കും? 27. അപ്പോൾ YX നമുക്ക് എങ്ങനെ എഴുതാം? 10y + x മൈനസ് XY എങ്ങനെ എഴുതാം? 10x + y ഈക്വൽ ടു 27. ഇനി ഇത് നമുക്ക് ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുക്കാം. 10y + x മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 10x മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് y ഈക്വൽ ടു 27. ഇനി 10y - y, y പറഞ്ഞാൽ 1y ആണ്. അപ്പോൾ 9y പ്ലസ് 1 - 10, x പറഞ്ഞാൽ 1 ആണ്. 1 - 10 മൈനസ് 9x, 1 - 10 1 - 10, 10 - 1 9 ആണ്. അപ്പോൾ തിരിച്ചിട്ട 1 - 10 -9, മൈനസ് 9x ഈക്വൽ ടു 27. അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം? 9 പുറത്തെടുക്കാം. 9 × y - x ഈക്വൽ ടു 27. പിന്നെ y - x എന്തായിരിക്കും? 27. ഇവിടെ ഇൻറ്റു ആയിട്ടാണ് 9. അപ്പോൾ എന്ത് ചെയ്യാം? 27/9 ദാറ്റ് ഈസ് 3. ഇക്വേഷൻ 2. അപ്പോൾ ഇക്വേഷനും 1ഉം ഇക്വേഷൻ 2ഉം നമുക്ക് കിട്ടിയിട്ടുണ്ട്. x + y ഈക്വൽ ടു 11, y - x ഈക്വൽ ടു 3. അത് രണ്ടും നമുക്ക് x + y ഈക്വൽ ടു 11, y ആദ്യം എക്സിന്റെ തന്നെ എടുക്കാം, -x എടുക്കാം. -x അല്ലെങ്കിൽ x + y ഈക്വൽ ടു 11 നമുക്ക് തിരിച്ചെഴുതാം. y + x ഈക്വൽ ടു x + y തന്നെയല്ലേ, y + x അങ്ങനെ എടുക്കാം. y + x ഈക്വൽ ടു 11. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? y - x ഈക്വൽ ടു 3. ഇനി എക്സും -x പോവാൻ നമുക്ക് കൂട്ടിയാൽ പോലെ. അപ്പോൾ y-യും y-യും കൂട്ടുമ്പോൾ പ്ലസ് ആഡിങ് ഇക്വേഷൻ y + x, x + y ഇക്വേഷൻ 1. ദിസ് ഈസ് ഇക്വേഷൻ 2. Adding 1 and 2. Adding 1 and 2. Y + y, 2y is equal plus x plus minus x 0 equal to 14. അപ്പോൾ y എത്ര കിട്ടി? y is equal to y എത്ര കിട്ടും? 14 divided by 2 that is 7. 2y is equal to 14
y equal to 14, ഇവിടെ ഇൻറ്റു ആയിട്ടാണ് 14 divided by 2, that is 7. Putting value of y on any of the equation, putting y equal to 7 on ഏത് ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാം, x plus y equal to 11, that is equation 1, on equation 1. x അങ്ങനെ തന്നെ ഇരിക്കട്ടെ, x plus y ഇത് സ്ഥാനത്ത് 7 ഇട്ട് കൊടുക്കാം, equal to 11. അപ്പോൾ x എത്ര കിട്ടി, x equal to 11 minus 7, that is 4. അപ്പോൾ x ഉം y ഉം കിട്ടിയില്ലേ, x 4 y 7. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ, x y ഏതാണ് നമ്പർ, x y, that is x equal to 4, y equal to 7, 47. x y ഇന്റർചേഞ്ച് ചെയ്താലോ, y x ഓ 74. ഇതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം, 74 minus 47 എത്രയാണ്, 7 14 1 4 5 27 പറഞ്ഞിട്ടുണ്ട്. 27 മോർ ദാൻ ഡിഫറൻസ് 27 ആണല്ലോ. അപ്പൊ നമ്മളിത് ചെക്ക് ചെയ്തു, നമ്മുടെ ആൻസർ എത്രയാണ്, 47 ആണ് നമ്പർ. 2 ഡിജിറ്റ് നമ്പർ ഈസ് 47. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 4ലേക്ക് കടക്കാം, വായിക്കാം. The price of 17 trophies and 16 medals is 2,180 rupees. Price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? അപ്പോൾ ഇതിൽ ട്രോഫിയും മെഡലും വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം, അപ്പോൾ മെഡലിന് നമുക്ക് വൈ, ഒരു മെഡലിന് വൈ റുപ്പീസ് എടുക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ 17 ട്രോഫി ആണെങ്കിൽ 17, ഒന്നിൻ്റെ അറിയാം എക്സ് ആണെങ്കിൽ 17 എണ്ണത്തിൻ്റെ 17 ഇൻറ്റു എക്സ്, അങ്ങനെ എടുത്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എഴുതുക, ലെറ്റ് പ്രൈസ് ഓഫ് വൺ ട്രോഫി ഈസ് ഈക്വൽ ടു എക്സ്. ഇതേപോലെ തന്നെ പ്രൈസ് ഓഫ് വൺ മെഡൽ ഈസ് ഈക്വൽ ടു വൈ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. പ്രൈസ് ഓഫ് 17 ട്രോഫീസ്, ദാറ്റ് ഈസ് 1 ട്രോഫി എക്സ്. 17 ട്രോഫീസ് എന്തായിരിക്കും, 17 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് 17x പ്ലസ്. ആൻഡ് 16 മെഡൽ, പ്രൈസ് ഓഫ് 1 മെഡൽ വൈ. അപ്പോൾ 16 മെഡൽ എന്തായിരിക്കും, 16 ഇൻറ്റു വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2,180 rupees. ഇക്വേഷൻ 1. ഇതേപോലെ തന്നെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഓഫ് 16 ട്രോഫീസ്, 1 ട്രോഫി എക്സ്, അപ്പോൾ 16 ട്രോഫീസ് എന്തായിരിക്കും, 16x. ആൻഡ് 17 മെഡൽസ്, അപ്പോൾ 1 മെഡൽ y rupee, 17 medal, 17 into y is equal to 2,110 rupees. Equation 2. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇതിൽ എക്സിന്റെ 17 ആണ്, വൈന്റെ 16 ആണ്. ഇവിടെ എക്സിന്റെ 16 ആണ്, യാതൊരു സാമ്യവും ഇല്ല. ഇവിടെ 17 വൈ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് 1നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2ന് ഈ ഇക്വേഷനിൽ 16 ഉള്ളതിനെ എന്ത് ചെയ്യണം, തിരിച്ച് ഇതിന്റെ കോഎഫിഷ്യന്റ് 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം 1 ഇൻറ്റു 16 ചെയ്യും. 1 ഇൻറ്റു 16, അപ്പോൾ 17 ഇൻറ്റു 16 അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് മൈനസായി പോകാനുള്ളതാണ്, മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. മെനക്കെട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവസാനം 0 വരേണ്ടതാണ്, അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പ്ലസ് 16 ഇൻറ്റു 16, നമുക്കറിയാം 16ന്റെ വർഗം 256 ആണ്. 256y ഈസ് ഈക്വൽ ടു 2180 ഇൻറ്റു 16. നമുക്ക് 218നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. 848 4 10 1 6 12 13 1 8 1 1 1 2 8 8 4 10 1 3488 0 ഇട്ട് കൊടുക്കാൻ മറക്കരുത്. 0. ഇക്വേഷൻ 3. അതേപോലെ തന്നെ 16 ഉള്ളതിനെ നമ്മൾ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു 17, അപ്പോഴും നമുക്ക് കിട്ടും 17 ഇൻറ്റു 16x. ഇത് നമുക്ക് മൈനസ് ചെയ്യാനുള്ളതാണ്, ചെയ്യേണ്ട ആവശ്യമില്ല, മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. പ്ലസ് 17 ഇൻറ്റു 17 289. അതിന്റെ വർഗ്ഗങ്ങൾ 20 വരെ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. 2 ഇൻറ്റു 2 4, 3 5 ഇൻറ്റു 5 25, അങ്ങനെ 20 വരെ. 17 ഇൻറ്റു 17 289. y is equal to 211 ഇൻറ്റു 17 കൊണ്ട് കുറിച്ചിട്ട് അവസാനം 0 ഇട്ട് കൊടുത്താൽ മതി. 7 7 7 7 14 1 1 1 1 2 2
7 7 8 4 5 2 3 0 ഇട്ട് കൊടുക്കാൻ മറക്കരുത്. 35870 ഇക്വേഷൻ 4. ഇനി നമുക്ക് ഏതാ വലുത്? ഇതിലെയാണ് വലുത്. അപ്പൊ നമുക്ക് 4ൽ നിന്ന് 3 മൈനസ് ചെയ്യാം. 4 മൈനസ് 3. അപ്പൊ 17 × 16 നിന്ന് മൈനസ് ചെയ്താൽ എന്ത് വരും? 0x. 0 വന്നു. ഇവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 0 വന്നു. മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 289 മൈനസ് 256 നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 289 മൈനസ് 256 6 3 9 5 3 33y. 33y ഈസ് ഈക്വൽ ടു 3587 നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? 34880. 0 9 8 17 1 8 9 9 18 990. അപ്പോൾ y എത്രയാണ്? 990 ഡിവൈഡ് ബൈ 33, ദാറ്റ് ഈസ് 30. പ്രൈസ് ഓഫ് വൺ മെഡൽ ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടിയ ആൻസർ മെഡലിന്റെ പ്രൈസ് കിട്ടി. മെഡൽ ഈസ് ഈക്വൽ ടു ₹30. ഇനി നമുക്ക് ട്രോഫിയുടെയും കൂടി കണ്ടേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ പുട്ട് ചെയ്യേ വേണ്ടു. അപ്പോൾ നമുക്ക് ട്രോഫിയുടെ കിട്ടും. നമുക്ക് ഇക്വേഷൻ പുട്ടിങ് y ഈക്വൽ ടു 30 ഓൺ ഇക്വേഷൻ 2 ഓർ ഇക്വേഷൻ 1 ഏതിലെങ്കിലും പുട്ട് ചെയ്യാം. ഓൺ ഇക്വേഷൻ 1. അപ്പോൾ 17 × x അങ്ങനെ തന്നെ ഇരിക്കട്ടെ പ്ലസ് 16 × 30 അങ്ങനെ തന്നെ എഴുതാം. 16 × 30 ഈസ് ഈക്വൽ ടു 2180 കിട്ടിയില്ലേ? അപ്പോൾ 17x പ്ലസ് 16 × 3 48 ആണ്. 0 ഇട്ട് കൊടുക്കാം. 480 ഈക്വൽ ടു 2180. അപ്പോൾ 17x ഈക്വൽ ടു 2180 മൈനസ് 480. നോക്കാം. 2180 മൈനസ് 480 എത്രയാണ്? 0 0 0 7 4 11 1700. അപ്പോൾ 17 × x ആണ് 1700. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 17 × x ആണ് നമുക്ക് കിട്ടിയത്. 17 × x ഈസ് ഈക്വൽ ടു 1700. Then x equal to 1700 divided by 17, that is 100. Price of one trophy is equal to ₹100. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. പ്രൈസ് ഓഫ് വൺ മെഡൽ ₹30. പ്രൈസ് ഓഫ് വൺ ട്രോഫി ₹100. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ? എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് പ്രൈസ് ഓഫ് 17 ട്രോഫീസ് നമുക്ക് പറയാം 17 × ട്രോഫിയുടെ വില എത്രയാ? 100 അല്ലേ? അതായത് 1700 പ്ലസ് പ്രൈസ് ഓഫ് 16 മെഡൽ 16 × 3 480 rupees. That is total is 2180. കറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ 4ഉം കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.